ക്രിയേറ്റേഴ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലെ തംബ്നെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ സാധാരണ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് നമുക്ക് ക്ലിക്ക് വരിക. അപ്പൊ അതിനെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ നല്ല ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം യൂട്യൂബ് പറയുന്നുണ്ട്, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ഒരാൾ സെർച്ച് ചെയ്തു. അപ്പൊ ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയില് ആ വ്യൂവർക്ക് ബ്ലറായിട്ട് കാണും. നമ്മൾ എന്താണ് ആ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് യൂട്യൂബ് കാണിക്കില്ല, പകരം മങ്ങിയ രീതിയിൽ ബ്ലറായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ നമുക്ക് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ക്ലിക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിൽ ഓരോ ക്യാപ്ഷനും ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ യൂട്യൂബ് അത് ബ്ലറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യൂസ് വരും. ഇതാണ് ഇപ്പൊ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച തംബ്നെയിൽ യൂട്യൂബ് ഇനി മുതൽ വ്യൂവർക്ക് കാണിക്കില്ലേ, അപ്പൊ നമുക്ക് വ്യൂസ് വരുമോ, ക്ലിക്ക് വരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ടെൻഷൻ ആവണ്ട, എല്ലാ തരം വീഡിയോസിനും ഈ രീതിയിൽ യൂട്യൂബ് ചെയ്യുന്നില്ല. ചില പ്രത്യേക തരം വീഡിയോസിന്റെ തംബ്നെയിലിൽ മാത്രമാണ് യൂട്യൂബ് ഇങ്ങനെ ബ്ലറായിട്ട് വെക്കുന്നത്. കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, സെക്ഷൽ തീമിലുള്ള കണ്ടന്റ് ആ രീതിയിലുള്ള തംബ്നെയിൽ ആണെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും, ഇനി മുതൽ ബ്ലറാക്കി വെക്കും. അപ്പൊ ആ ഒരു വ്യൂവർക്ക് അവിടെ ഒന്ന്, അതായത് അയാൾക്ക് അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അവർക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ടൈറ്റിൽ നോക്കാം. ടൈറ്റിൽ ബ്ലർ ആവില്ല, അതുപോലെ ചാനലിന്റെ നെയിം അതൊന്നും ബ്ലർ ആവില്ല. അപ്പോ നമുക്ക് അങ്ങനെ ഒരു തംബ്നെയിൽ അത് യൂട്യൂബ് അത് ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഇത് യഥാർത്ഥ ഓഡിയൻസ്, നമ്മൾ പലരും പല രീതിയിലുള്ള തംബ്നെയിലാണ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ആ ഒരു വ്യൂവറുടെ ഒരു താല്പര്യം അവിടെ സംരക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഒരു തംബ്നെയിൽ ഇതുപോലത്തെ സംഭവം ഉണ്ട്. അപ്പൊ അവർക്കൊരു വാർണിംഗ് അവിടെ വരികയാണ്. വീണ്ടും നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പൊ അതിന് മുന്നേ ആ ഒരു വ്യൂവർക്ക് ഡിസൈഡ് ചെയ്യാം, ഇത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ടൈറ്റിലാണോ, ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ആണോ എന്നുള്ളത്. അതിനുള്ള കാരണം എന്താണ്, സെക്ഷൽ തീമിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള തംബ്നെയിലുകൾ കണ്ടന്റിന്റെ ഒക്കെ ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കാണാം. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് സെർച്ചിങ്ങിലൊക്കെ ബ്ലർ ആയിട്ട് വരുന്ന തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ തീമിലുള്ള തംബ്നെയിലാണ്, ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത രീതി ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലുള്ളതാണോ എന്നറിയാൻ നമുക്ക് ടൈറ്റിൽ ഒന്ന് നോക്കാം. അതുപോലെ ആ ചാനൽ ഏത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനലാണോ എന്ന് നോക്കാം. അപ്പൊ അതിനുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സെൻസിറ്റീവ് തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, തംബ്നെയിൽ മാത്രമാണ് ബ്ലർ ആവുക. ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ചാനലിന്റെ നെയിം, ബാക്കി കാര്യങ്ങളൊക്കെ അൺബ്ലർ ആയിരിക്കും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ ഒരു വ്യൂവർക്ക് ആ ബ്ലർ ഒഴിവാക്കിയിട്ട് തംബ്നെയിലിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് കാണാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം വന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. മാത്രമല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.